ഏവർക്കും SB കമ്മ്യൂണിക്കേഷൻസിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കിഴക്കേക്കോട്ടയിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്ന പ്രധാന കവാടത്തിന് മുൻപിലാണ്. ഇതാണ് ആ പ്രധാന കവാടം. ക്ഷേത്ര കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഗണപതി ക്ഷേത്രം ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് തിരുവനന്തപുരം ജില്ലക്കാരുടെ സർവാഭിഷ്ടപ്രദായിനിയായ ഗണപതി ക്ഷേത്രം, പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. ഇന്ന് വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട്. ഇത് ക്ഷേത്രത്തിന് മുന്നിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇന്ന് നല്ല തിരക്കുണ്ട്. ക്ഷേത്രത്തിൻ്റെ മുൻപിൽ ഉള്ള പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാം. ഇത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുര നടയാണ്. ഭഗവാൻ കിഴക്ക് ദർശനമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള ഭാഗമാണ് ഈ കാണുന്നത്. നടപ്പാതയും മറ്റ് സുവനീർ കടകളും ഒക്കെയാണ് ഈ കാണുന്നത്. വലതുവശത്തായിട്ട് ക്ഷേത്രക്കുളവും കാണാൻ നമുക്ക് കഴിയും ഈ മതിലിനപ്പുറത്ത്. ഇതിവിടുത്തെ സുവനീർ കടകളാണ്. രാവിലെ ഇന്നും ദർശനത്തിന് നല്ല തിരക്കുണ്ട്. ഞാൻ ആ ക്ഷേത്രത്തിനകത്ത് പോയിട്ട് വെറുതെ ഒന്ന് കറങ്ങിയിട്ടിങ്ങി വന്നു. നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രമൊക്കെ ഒന്ന് നോക്കാം. 8-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം നവീകരണ പ്രക്രിയക്ക് വിധേയമായിട്ടുള്ളത്. അതിനു മുമ്പ് ക്ഷേത്രം പല കഥകളാലും മെനഞ്ഞെടുക്കപ്പെട്ട ഒരു സംഭവമായി മാറിയിരുന്നു. ഇപ്പോൾ ക്ഷേത്രകുളത്തിൽ നിറയെ മത്സ്യങ്ങൾ വളർത്തുന്നുണ്ട്. ഇപ്പോൾ ക്ഷേത്രകുളത്തിൽ മത്സ്യങ്ങൾ ഇഷ്ടംപോലെ വളർത്തുന്നുണ്ട്. ആ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, മത്സ്യങ്ങൾ, എന്തുമാത്രം മത്സ്യങ്ങളാണെന്ന് നോക്കൂ. ഈ ക്ഷേത്രം ഇന്ന് ഈ കാണുന്ന നിലയിൽ വളർന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിൻ്റെ ഭരണാധികാരിയായി വന്നതിന് ശേഷമാണ്. അങ്ങനെയാണ് ഈ ക്ഷേത്രം ലോകത്തിലെ കോടീശ്വരന്മാരായ ദൈവങ്ങളുടെ ലിസ്റ്റിൽ 1-ാം നിരയിലെത്തിയത്. ഈ ക്ഷേത്രത്തിൽ ഒരുപാട് കെട്ടുകഥകൾ പിണഞ്ഞു കിടക്കുകയാണ്. ആ കെട്ടുകഥകളൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് ബോറടിക്കുന്ന ഒരു സംഭവമായിരിക്കും. പക്ഷേ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകൾ കിഴക്ക് ദർശനമാണ്. നരസിംഹമൂർത്തി, ശ്രീരാമൻ, സീത, ഭരതൻ, ലക്ഷ്മൺ, ഗോശാല കൃഷ്ണൻ, അങ്ങനെ ഒട്ടനവധി വിഗ്രഹങ്ങൾ ഈ ക്ഷേത്രത്തിനകത്തുണ്ട്. ദ്രാവിഡ വാസ്തു ശാസ്ത്രവിധി പ്രകാരമാണ് ഈ ക്ഷേത്രം പണിതിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളെല്ലാം ദ്രാവിഡ സംസ്കാരത്തിൽ ഉൾപ്പെട്ടതാണ്. വ്യാളികളും മറ്റു ഉഗ്രമൂർത്തികളായ ദൈവങ്ങളുടെ രൂപങ്ങളെല്ലാം. സുരക്ഷാ കാരണം ഞാൻ ഒന്നും പറയുന്നില്ല. ഇത് ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയാണ്. ഒഴിവാക്കേണ്ട രംഗങ്ങളെല്ലാം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിലുള്ള ഭാഗങ്ങളാണ് ഞാൻ ഈ കാണിക്കുന്നത്. രാവിലെ അല്പം വെളിച്ചം കുറവായതുകൊണ്ട് ചിത്രത്തിന് എത്രമാത്രം വ്യക്തതയുണ്ടെന്ന് എനിക്കറിയില്ല. രാവിലെ ഭക്തജനങ്ങൾ കിഴക്കേ നടയിൽ കൂടെയും വടക്കേ നടയിൽ കൂടെയൊക്കെ ഭഗവാനെ കാണാൻ പോകുന്നു. ഇതാ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇത് ക്ഷേത്രക്കുളം. അങ്ങ് അകലെ കാണുന്നതാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഗോപുരം. ഈ ക്ഷേത്രത്തിനകത്ത് ഒരു ഭോജനശാലയൊക്കെ ഉണ്ട്. ഇത് കിഴക്കേ നട. ഞാൻ തിരിച്ച് വീണ്ടും കിഴക്കേ നടയിലെത്തിയിരിക്കുകയാണ്. ഞാൻ അങ്ങനെ ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് 1000 വർഷം പഴക്കമുള്ള മണക്കാടുള്ള ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രത്തിൻ്റെ പ്രധാന നടപ്പാതയ്ക്ക് അരികിലാണ്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന വാതിൽ. രാജരാജ ചോഴൻ കേരളത്തെ സംഹാരതാണ്ഡവമാടി കേരളാന്തകൻ എന്ന് പേര് വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ ഈ ക്ഷേത്രമൊക്കെ രാജരാജ ചോഴൻ്റെ ആക്രമണങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. 1000 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ലക്ഷ്മി വരാഹമൂർത്തിയാണ്. ഇത് ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള ക്ഷേത്രക്കുളം. മഹാവിഷ്ണുവിൻ്റെ അംശാവതാരങ്ങളിൽ ഒന്നാണ് വരാഹം. വരാഹം എന്ന് പറഞ്ഞാൽ പന്നി. ഇവിടെ വരാഹമൂർത്തിയും ലക്ഷ്മിയും സംയുക്തമായിട്ടിരിക്കുന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രതിഷ്ഠ. ഇവിടുത്തെ വഴിപാടെന്ന് പറയുന്നത് പാൽപ്പായസമാണ്. വട്ടശ്രീകോവിലാണ് ഇതിനുള്ളത്. എല്ലാ ക്ഷേത്രങ്ങളിലും ഉള്ളതുപോലെ തന്നെ പൂജാക്രമങ്ങളും ഇവിടെയുണ്ട്.
വിശാലമായ ഒരു ക്ഷേത്രക്കുളം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. കാലൊന്ന് തെന്നി, അങ്ങനെ ചെറിയ ഒരു ഷേക്ക് വന്നു. എൻ്റെ റിയൽമി C11 എന്ന് പറയുന്ന ആൻഡ്രോയിഡ് ഫോണിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് എത്രത്തോളം ഈ വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഇത് രാവിലെയാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. രാവിലെ 7:30 8 മണിക്കകത്തുള്ള സമയത്ത്. 1000 വർഷം പഴക്കമുള്ള ലക്ഷ്മി വരാഹസ്വാമി ക്ഷേത്രമാണിത്. വട്ടശ്രീകോവിലാണ് ഇതിൻ്റെ പ്രത്യേകത. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ രണ്ടാമത്തെ വൈഷ്ണവ ക്ഷേത്രം. 108 വൈഷ്ണവ ക്ഷേത്രങ്ങളുണ്ട് നമ്മുടെ ഈ കേരളത്തിനകത്ത്. അതിൽ ഒരെണ്ണം ഇത്. ഒന്ന് പത്മനാഭസ്വാമി ക്ഷേത്രം, മറ്റൊന്ന് തിരുവല്ലത്തിരിക്കുന്ന പരശുരാമസ്വാമി ക്ഷേത്രം. ഇത് പ്രഭാതത്തിലായതുകൊണ്ടാണ് കാഴ്ച ഇങ്ങനെ തോന്നുന്നത്. സാധാരണ ഒരു ഫോണിലാണ് ഞാൻ ഇത് ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് ഞാൻ മറ്റൊരു കവാടത്തിൽ കൂടെ പുറത്തേക്ക് വന്നു. ഇതാണ് 1891 നിർമ്മിച്ച കോട്ടവാതിൽ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.